ഇത്രയും വർഷം ഇങ്ങനെ ലൈഫ് ഉണ്ടല്ലോ ഇതുവരെ ഉള്ളത് ഒരു കുഞ്ഞു ലൈഫാണ്. അതിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് കാണുന്ന മൊമെന്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് മൊമെന്റ് എന്തായാലും എൻ്റെ സിസ്റ്റർ ജനിച്ചപ്പാണ്. എനിക്കൊരു സ്മോൾ സിസ്റ്റർ വേണമെന്ന് ഭയങ്കര വിഷായിരുന്നു. അപ്പോൾ എനിക്ക് 7 വയസ്സായപ്പോൾ അമ്മ പറയുന്നൊരു ബേബി വരാൻ പോവാണ് എന്നൊക്കെ. എനിക്കൊരു 8 വയസ്സായപ്പം എൻ്റെ സിസ്റ്ററിൻ്റെ പേര് ഇഷ എന്നാണ് അവൾ ജനിച്ചത്. എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അവൾ ആദ്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ബോയ്സിന് കുറച്ച് കുറുമ്പാണ് എന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഗേൾസിന് കുറുമ്പില്ല, എനിക്ക് സിസ്റ്ററിനെ മതിയെന്ന്. അമ്മക്കും പെൺകുട്ടീനെയായിരുന്നു വേണ്ടത്. അച്ഛൻ എന്തായാലും കുഴപ്പമില്ല, ഹെൽത്തി ബേബി ആയാൽ മതി. അപ്പോൾ എൻ്റെ സിസ്റ്റർ വന്നപ്പോൾ ഗ്രാജുവലി അവൾ ഗ്രോ അപ്പ് ചെയ്തപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ബോയ്സ് ആണെങ്കിൽ ഗേൾസ് ആണെങ്കിലും അവർക്ക് കുറുമ്പുണ്ടാവും. ഒരു വ്യത്യാസമില്ല. വേറെന്താ 2022 ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, സുഹ അക്കാഡമി ഹോസ്റ്റ് ചെയ്തത്. അത് കർണാട്ടിക് മ്യൂസിക് ബേസ്ഡ് കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ 3 കാറ്റഗറീസ് ഉണ്ടായിരുന്നു. ആദ്യം കീർത്തന, പിന്നെ വർണ്ണം, പിന്നെ കൃതി. അപ്പം 3 കാറ്റഗറീസിലും എനിക്ക് ഫസ്റ്റ് പ്ലേസ് ആയിരുന്നു. അപ്പോൾ അവരെന്നെ ചെന്നൈയിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത് ഡോക്ടർ നിത്യശ്രീ മാം ആണ്. അവരൊരു ഫേമസ് സോങ് ഉണ്ട്, കണ്ണോട് കാണുന്നതെല്ലാം എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അവരെ മുന്നിൽ നിന്ന് ആ പാട്ട് റെൻഡർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എനിക്ക് നല്ല സന്തോഷമായി അവരെ മുന്നിൽ നിന്ന് റെൻഡർ ചെയ്യാൻ പറ്റിയത്. എന്റെയും ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള സോങ് ആണ് കണ്ണോട് കാണുന്നതെല്ലാം. ശരി, നമ്പർ 3. ഇത് 2 പാസ്റ്റ് ആയിരുന്നു. ഇപ്പൊ പ്രസന്റ് ഉള്ള 2 കാര്യങ്ങളുണ്ട്. ആദ്യം ടോപ്പ് സിംഗറിൽ സെലക്ട് ആയതാണ്. അത് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പോൾ എൻ്റെ മ്യൂസിക് സ്കിൽസ് ഇംപ്രൂവ് ആവാനും എല്ലാത്തിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വലിയ ജഡ്ജസിന് മുന്നിൽ നിന്ന് ഇങ്ങനെ പാടാൻ പറ്റിയത്. അല്ല, അങ്ങനെയല്ല, ടാലന്റഡ് ജഡ്ജസിന് ടോപ്പ് സിംഗറിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അതുകൊണ്ട്. പിന്നെ ഇനി വരാൻ പോകുന്നത്, ഞാൻ RTM അക്കാഡമിയിൽ അഡ്വാൻസ്ഡ് ഹിന്ദി ബോളിവുഡ് ആണ് പഠിക്കുന്നത്. RTM അക്കാഡമിയിൽ RTM സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ എനിക്ക് ഫൈനലിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അവര് 2 മുന്നിൽ പാടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മുംബൈയിൽ വെച്ചിട്ടാണ്. ഡിസംബറിൽ അവിടെ പാടാനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. താങ്ക് യു. നമ്മൾ ശരിയാക്കി എടുക്കൂലേ?